അല്ല, ഞാനെന്തിനെ പറ്റി വേദനിച്ച് മരിക്കണേ? ഞാനല്ല, അവളല്ലേ വേദനിക്കണ്ടേ? എന്തായാലും മരിക്കണം. ഈസി മരണം മതി. എലിയോഷം സെറ്റ്. സേഫായിട്ട് ചാവാനായിട്ട് ഇതിലും വലിയ വഴിയില്ല. നിന്നെ സമാധാനത്തോട് ജീവിക്കാൻ സമ്മതിക്കില്ല ഡേവിഡ്. ഒരിക്കലും സമ്മതിക്കില്ല. This is an answer to you. നിനക്കുള്ള പണി വരുന്നുണ്ട് ഡേവിഡ്. ദിസ് ഇസ് ആൻ ആൻസർ ടു യു ഡേവിഡ്. ലൈഫ് ലോങ് ഓർക്കാനുള്ളൊരു ആൻസർ. I hate you, David. I hate you. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് കല്യാണം കഴിക്കാം. അതാവുമ്പോൾ ആരും പേടിക്കണ്ട, എപ്പോഴും നിൻ്റെ കൂടെ ഇരിക്കാം. എനിക്കാണെങ്കിൽ നിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഡെസ്റ്റിനേഷൻ വെഡിങ്. നീയും ഞാനും എൻ്റെ ചുറ്റും കുറേ ബ്രൈഡ്സ് മെയ്ഡ്സും. എടോ താൻ എന്തൊക്കെയാണ് ഈ പറയണത്? എന്താ? സോറി എടോ, ഞാൻ പറയാൻ മറന്നതാ. നെക്സ്റ്റ് മന്ത് എൻ്റെ എൻഗേജ്മെൻ്റ് ആടോ. വീട്ടുകാർ പെട്ടെന്ന് തീരുമാനിച്ചതാ. ആ കുട്ടി ഓസ്ട്രേലിയയിലാ. ഞാനും വിചാരിച്ച അവിടെ പോയി അങ്ങ് സെറ്റിൽ ആവാന്ന്. ഞാൻ എൻ്റെ എൻഗേജ്മെൻ്റ് കാർഡ് നിനക്ക് വാട്സപ്പിൽ അയച്ചുതരാം. നീ തലേന്ന് തന്നെ എത്തണം. യു ആർ ജസ്റ്റ് ജോക്കിംഗ് റൈറ്റ്? ജോക്ക് അല്ല, ജോക്കൊന്നുമല്ല. നിനക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും തമ്മിൽ ഒട്ടും ചേർന്ന് പോകില്ല. പിന്നെ നമ്മുടെ ഒരു വൈബും സെറ്റാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് യു ഡോണ്ട് വറി, നമുക്കിതുപോലെ തന്നെ ഇതേ എൻജോയ്മെൻറ്റിൽ അടുത്ത് ഫ്രണ്ട്സായിട്ടാണ് പോവാം. ബേബി, വൈ യു ആർ ലിവിങ് സോ സൂൺ? എടോ, നമുക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്ക് കൂടാം. അപ്പൊ തനിക്ക് ഓക്കെ അല്ലേ? അവന്മാര് വരാൻ തന്നെ എന്തായാലും നൈറ്റ് ആവും. എങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും പോ. ലെറ്റ്സ് ഹാവ് സം മോർ ഫൺ ബേബ്. നിനക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സോറി. ഞാൻ 8:05 കറക്റ്റ് റെഡി ആയിട്ട് ഇറങ്ങിയതാ. വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ അമ്മ മറ്റേ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന്. പിന്നെ അതൊക്കെ സംസാരിച്ചത് ലേറ്റ് ആയിപ്പോയി. കല്യാണത്തിന് അധികം സമയമൊന്നുമില്ലല്ലോ. എന്താ കാണണമെന്ന് പറഞ്ഞേ? എടാ, I think our relationship is coming to an end. Let's just stop this. ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലോ. എന്തായാലും കോമഡി വർക്കൗട്ട് ആയില്ല കേട്ടോ. അയ്യേ സിദ്ധു, I'm serious. ഹരിത, കല്യാണത്തിന് ആകെ 2 മാസമുള്ളൂ. താൻ ലാസ്റ്റ് മൊമെന്റിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പറയണത്. എന്തായാലും ഇത് മുന്നോട്ടുണ്ടാകാൻ പറ്റൂല സിദ്ധു. ഹരിത, തനിക്ക് എൻ്റെ കാര്യമൊക്കെ അറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. നമുക്കിത് സംസാരിച്ച് സിദ്ധു, പ്ലീസ്. ഞാനൊരു ഡിസിഷൻ എടുത്തു. ഇനി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കരുത്.
ഞാൻ ചത്തില്ലേ ഡോക്ടർ? ചത്തിട്ടില്ലടോ, കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. ഇതൊക്കെ കഴിച്ചാൽ ചത്തുപോകും തന്നോട് ആരാ പറഞ്ഞു? ഞാൻ ഗൂഗിളിൽ കണ്ടതാ ഡോക്ടർ. ഇതിപ്പോഴത്തെ ട്രെൻഡായിരിക്കും. ശ്വാസം വലിച്ചു വിട്ടെ. ഈ സൂയിസൈഡിൻ്റെ സൈഡ് എഫക്റ്റ് പോലെ മരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സൂയിസൈഡിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പോലീസുകാർ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. എടോ, ആകെ ഒരു ജീവിതമുള്ളൂ. ആ ജീവിതം നമ്മളെ ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കണം. കണ്ണു പറഞ്ഞേ, നാക്കൊന്ന് നീട്ടിക്കേ, നന്നായിട്ട് നീട്ടിക്കേ നാക്ക്. ഇപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നഴ്സുമാരോട് പറഞ്ഞാൽ മതി. ശരി ശരി. സാൻജോ ഹോസ്പിറ്റൽ എത്ര ഉണ്ടോ അവിടെ? സാറേ, ഇവിടെ 2 KMKയിലും JMTയിലും ഈ 2 വെച്ച് വേറെ ഉണ്ട്. എന്തുവാടത്? വല്ല സെലിബ്രേഷൻ മൂഡാണോ? വാ വാ വാ. സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഫയൽ എടുത്തില്ല. എന്തോന്ന്? അല്ല, ഈ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഫയൽ എടുക്കാൻ പറ്റും. അല്ല, താൻ PSC തന്നെയല്ലേ പോലീസായ? സ്ക്രാച്ച് ആമില്ലൊന്നുമല്ലല്ലോ? സാർ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വാടോ. ഓക്കെ സാർ.